ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ കെ സുധാകരന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു, കാണാൻ പറ്റിയില്ല. സുധാകരേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു. പ്രതികരണം അങ്ങനെയായിരുന്നു. സുധാകരേട്ടൻ മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നത് ഇത്രയും കാലം. കാരണം എന്നെ സ്വന്തം ഒരു അനിയത്തിരമാരിയുള്ളൊരു സ്നേഹമായിരുന്നു സുധാകരേട്ടനെ വിട്ടു വന്നപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സൊന്നും ആടിയത്. വേറെ ആരുടെ അടുത്തും എനിക്ക് ഒന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ മുരളിയേട്ടനെ ഏട്ടനായിട്ട് ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ ദിവസം പത്മജയുടെ നിലപാടൊന്നും ശരിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എടുത്ത ഈ രാഷ്ട്രീയ നിലപാടിനൊപ്പം സഹോദരനും നാളുകളിൽ വരും എന്ന് വിചാരിക്കുന്നുണ്ടോ? സഹോദരൻ മാത്രമല്ല, പലരും വരും. സഹോദരനും വരും. അതൊന്നും എനിക്കറിയില്ല. ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. 3 പാർട്ടി പോയ ആളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ മാറി ചിന്തിക്കേണ്ടി വരും. ആൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാത്ത ആളാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും. മുരളി മന്ദിരം പുതിയ ബന്ധുക്കൾക്ക് തുറന്നു കൊടുത്തേക്കാണോ? ആര്? ഞാനോ? അല്ല, എൻ്റെ വീടല്ല. ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണത്. അപ്പോൾ എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ പകുതി മുരളിയേട്ടൻ്റെ പേരിലും കിടന്നോട്ടെ, പകുതി എൻ്റെ പേരിലുമാണ്. ഈ കഴിഞ്ഞ ദിവസം രണ്ടുപേരുടെ പേരിലാണ് ഇപ്പോൾ വീട് കിടക്കുന്നത്. അതെ, ശവകുടീരങ്ങളും. അതെ, കാരണം ഞാൻ വിചാരിച്ചു മുരളിയേട്ടനെ തൊഴാൻ വരുമ്പോൾ ഒരു വേറെ ഇതിലേക്ക് കയറി വന്നും തോന്നണ്ട. എന്നും അനിയത്തി എന്നുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഈ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞു ഒരു BJP-ക്കാരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി ഇല്ല. അതെന്താണ് ചേച്ചി പറയാനുള്ളത്? എനിക്കൊന്നും പറയില്ല. എൻ്റെ ചേട്ടനെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ. നാളെ ഇപ്പോൾ വേഗം മാറ്റി പറഞ്ഞോളും എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയാൽ കൂടുതൽ വോട്ട് കിട്ടും, അവരിറങ്ങണമെന്നാണ് കരുണാകരന്റെ പഴയ ശിഷ്യനാണ് ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, മുരളീധരൻ പറയുന്നത്. അതെ, പിന്നെന്തിനാ എന്നെ പേടിക്കണേ? എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നെ അങ്ങ് വിട്ടേക്ക്. ഞാൻ എൻ്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം. ഈ മുരളി മന്ദിരം BJP പ്രവർത്തകർക്ക് തുറന്നു കൊടുക്കുമോ? എന്നെ കാണാൻ വരുന്ന ആർക്കും തുറന്നു കൊടുക്കും. പണ്ടും ഇവിടെ എല്ലാവരും വരാറുണ്ട്. എനിക്ക് അങ്ങനെ ജാതി മതം പാർട്ടി ഒന്നുമില്ലാത്ത ആളായിരുന്നു. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർക്ക് വരാനും കൂടി ഉള്ളതല്ലേ ഇത്. കരുണാകരന് സ്വത്ത് വല്ലതും ഉണ്ടായല്ലേ ഉസ്യത്ത് എഴുതാൻ പറ്റുള്ളൂ. ആകെ 2. അതൊക്കെ ആര് വേണേലും തീരുമാനിക്കും. ജനങ്ങളാണ്, ഞാനല്ല തീരുമാനിക്കുന്നത്. ഞാൻ എൻ്റെ അച്ഛനായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ അധികാരം പിടിച്ചു പറ്റും. പിന്നെ എനിക്ക് ഒരു കാര്യം സമാധാനമുണ്ട്. മുരളിയേട്ടൻ 17 കൊല്ലം തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും ഞാനാണ് എൻ്റെ അച്ഛനെ അവസാനം വരെ പൊന്നുപോലെ നോക്കിയത്. അത് എവിടെ വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. അവസാനത്തെ 8 മാസം വീട്ടിൽ കിടക്കാത്ത ആളാണ് ഇപ്പം മുരളിയേട്ടന് വേണ്ടി അച്ഛന് വേണ്ടി പറയും. ശേഷവും കൃത്യമായി പറഞ്ഞത് കോൺഗ്രസ് വിട്ട് ഒരിക്കലും പോവില്ല, കോൺഗ്രസ് ഒരു അവസാന ശ്വാസം വരെ തുടരും എന്നാണ്. ഒരു ഐഡിയോളജിക്കൽ ചേഞ്ച് BJP പോലൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ അതെങ്ങനെയാണ് ഐഡിയോളജിക്കൽ ഒരാൾക്ക്? അല്ല, നിങ്ങൾ അങ്ങനെ അല്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ ദിവസം പോയ ആളാണ് അടുത്ത്. ഞാനൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഒരു വർഗീയ പാർട്ടിയാണെന്ന്. കാരണം മുസ്ലിംസും വാരണാസിയിലൊക്കെ ഞാൻ പോയതാണ്. അവരൊക്കെ മോദിജിക്കാണ് വോട്ട് ചെയ്യണത്. BJP-നേക്കാളും കൂടുതൽ മോദിജി എന്ന വ്യക്തിയോടുള്ള താല്പര്യമാണ് അവർക്കൊക്കെ. അവർ ചോദിക്കുന്നത് നിങ്ങൾ കേരളക്കാർക്ക് എന്താ ബുദ്ധിമുട്ടെന്ന്. എനിക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും, പണ്ടും എനിക്ക് ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയായിരിക്കും ഞാൻ ഒത്തിരി ജനസേവനം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അവരുടെ ദാരിദ്ര്യം വിറ്റ് മുതലാക്കാറില്ല. അതുകൊണ്ട് ഫേസ്ബുക്കിലും ഇടില്ല. ഞാനത് വിഡ്ഢിയാണോ എന്ന് കാലം തീരുമാനിക്കട്ടെ.